പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു RGB പ്ലസ് വൈറ്റ് കൺട്രോളറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കണക്ഷനാണ്. ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു കൺട്രോളർ ഉപയോഗിച്ച് RGB ലൈറ്റുകൾ കണക്ട് ചെയ്ത് വണ്ടികളുടെ നെയിം ബോർഡിന് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കാണുക. വീഡിയോ അല്പം ലെങ്ത് ഉള്ളതായിരിക്കും. എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയ്ക്കകത്ത് കവർ ആവുന്നുണ്ട്. ഇതിനെപ്പറ്റി താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഈ കാണുന്ന RGB പ്ലസ് വൈറ്റിൻ്റെ കൺട്രോളർ അല്ലാന്നുണ്ടെങ്കിൽ RGB LED, ഇത് 4 വയറിൻ്റെ RGB LED ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് LED. പിന്നെ ഈ രണ്ട് LED അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് LED സ്ട്രിപ്പ് ഉപയോഗിക്കാം. ഇത് വൈറ്റിൻ്റെ LED സ്ട്രിപ്പാണ്. പിന്നെ ഈ കാണുന്നത് RGBയുടെ LED സ്ട്രിപ്പാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ട്ര ആശുപത്രി മുക്കാണ്. നമ്മളുടെ ഷോപ്പ് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6:30 വരെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് ഇത് ചെക്ക് ചെയ്ത് വാങ്ങിക്കാം. ഓർഡർ തരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിനുള്ളിൽ 2 ദിവസത്തിനകം തന്നെ ഈ സാധനങ്ങളെല്ലാം ഡെലിവറി ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. നമുക്ക് ഇതിൻ്റെ കണക്ഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേസർ ഈ കാണുന്നത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ട്രിം പോർട്ടാണ്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കത്തുന്നതിൻ്റെ വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ബട്ടൺ നമുക്ക് എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിംഗിൾ കളറിൽ കത്തി നിൽക്കും. റെഡ്, ഗ്രീന്, ബ്ലൂ, പിന്നെ വൈറ്റ്. ഇങ്ങനെ ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴും നമുക്ക് ഓരോന്ന് കത്തിക്കാൻ പറ്റും. അതല്ല വീണ്ടും ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറൻറ്റ് മോഡ് മാറുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ ഇതിനകത്ത് കുറച്ച് ടെർമിനലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെർമിനൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലസ് മൈനസ് 12 വോൾട്ട് DC സപ്ലൈ കൊടുക്കേണ്ടതാണ്. അതിവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 4 ടെർമിനൽ കാണാൻ പറ്റും. ഇവിടെ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെഡിൻ്റെ നെഗറ്റീവ്, ഇവിടെ ബ്ലൂവിൻ്റെ നെഗറ്റീവ്, ഇവിടെ ഗ്രീൻ്റെ നെഗറ്റീവ്, പിന്നെ ഇവിടെ എക്സ്ട്രാ കൊടുക്കുന്ന നെഗറ്റീവാണ് കൊടുക്കാൻ പറ്റുക. ഈ എല്ലാ ലൈൻ്റെയും പോസിറ്റീവ് വന്നിട്ട് നേരെ SMPSലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കണക്ഷൻ മെത്തേഡ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ കാണുന്ന LED മൊഡ്യൂൾ കൊടുത്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. 12 വോൾട്ട് DC സപ്ലൈയിൽ നിന്ന് പോസിറ്റീവ് എടുത്ത് നമ്മൾ ആ കാണുന്ന ടെർമിനലിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മേളിൽ എഴുതിയിട്ടുണ്ട് പോസിറ്റീവ്. തൊട്ടപ്പുറത്ത് തന്നെ നെഗറ്റീവും കൊടുത്ത് നമ്മൾ അതിൻ്റെ സ്ക്രൂ ടെർമിനൽ ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത്. ജസ്റ്റ് ഇത് ഓണായി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് റെഡാണ് ഓണായിരിക്കുന്നത്. ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോഴത്തേക്കും അടുത്തത് വർക്കാവും. ഇപ്പോൾ ഇനി ഗ്രീനാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് ഓണാക്കുമ്പോഴത്തേക്കും ബ്ലൂ കത്തും. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഓണാക്കുകയാണ് ഒന്നും കൂടെ. ഇപ്പോൾ ഇത് മാറി മാറി കത്തുന്ന മോഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. പിന്നെ ഈ ഒരു ട്രിം ബോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് കാര്യങ്ങൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇനി ഈ കാണുന്ന ചേസറിനകത്തേക്ക് നമുക്ക് RGB പ്ലസ് വൈറ്റ് നമുക്ക് കണക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് RGB LED മൊഡ്യൂള്. ഇതിനകത്ത് 4 വയറാണുള്ളത്. ഈ 4 വയറിനകത്ത് ഇവിടെ യെല്ലോ വയറാണ് പോസിറ്റീവ് വരിക. ബാക്കി 3 വയറും നെഗറ്റീവാണ്. അത് 3 കളറുള്ളത് തന്നെയാണ് വന്നേക്കുന്നത്. അതിനകത്ത് ഈ റെഡ് എടുത്തിട്ട് റെഡിൽ, ഗ്രീൻ എടുത്തിട്ട് ഗ്രീനിൽ, ബ്ലൂവിലും കണക്ട് ചെയ്യണം. ഈ പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റ് SMPSലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക, പോസിറ്റീവിലേക്ക്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. റെഡ് എന്ന് എഴുതിയേക്കുന്നിടത്ത് റെഡ് കളർ വയർ കൊടുത്തു RGB ലൈറ്റിൻ്റെ. ബ്ലൂ എന്ന് എഴുതിയേക്കുന്നിടത്ത് ബ്ലൂ വയർ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അടുത്ത ടെർമിനൽ ഗ്രീനാണ്. ഗ്രീൻ എന്ന് എഴുതിയേക്കുന്നിടത്ത് നമ്മൾ ഗ്രീന് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ യെല്ലോ കളർ വയർ SMPSൻ്റെ പോസിറ്റീവിലേക്ക് ഡയറക്റ്റ് കൊടുക്കണം.
അതിപ്പോൾ ആ ഒരു ടെർമിനൽ ലൂസ് ചെയ്തിട്ട് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കൊടുക്കുകയാണ്. നിങ്ങൾ കൊടുക്കുമ്പോൾ SMPSലേക്ക് വേറൊരു വയറിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്ന വൈറ്റ് മൊഡ്യൂള് അതിന് 2 കണക്ഷനാണുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ്. അതിൻ്റെ നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന വൈറ്റ് എന്ന് എഴുതിയിരിക്കുന്ന ടെർമിനലിനകത്തേക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ പോസിറ്റീവ് ലൈനുണ്ട്, അത് നമ്മളുടെ SMPSനകത്തേക്ക് തന്നെ പോകേണ്ടുന്നതാണ്. നമ്മൾ നേരത്തെ യെല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ തന്നെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് SMPSൽ നിന്ന് നേരെ ലൈൻ എടുത്ത് അതിനകത്തോട്ട് കൊടുക്കാം. ഈ ഒരു വൈറ്റിൻ്റെ പോസിറ്റീവ് നമ്മൾ സപ്ലൈയുടെ തന്നെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബാറ്ററിയിലാണെങ്കിൽ 12 വോൾട്ട് ബാറ്ററി നിങ്ങൾ നേരിട്ട് കൊടുക്കാം. അല്ല 24 വോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ വെച്ചിട്ട് SMPS വഴി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സ്വിച്ച് ഓൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതൊന്ന് നോക്കാം. ഫസ്റ്റ് തവണ ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് റെഡ് കത്തിയിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ആക്കുകയാണ്. അപ്പോൾ ഗ്രീൻ കത്തി. വീണ്ടും ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കുകയാണ്. ബ്ലൂ കത്തി. വീണ്ടും ഇത് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഈ രീതിയിൽ ഫ്ലാഷ് ചെയ്യുന്ന മെത്തേഡിൽ ഇത് കത്തും. ഇതിനകത്ത് കുറേ അധികം മോഡുകളുണ്ട്, അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഇത് സ്പീഡ് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഫ്ലാഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മാറും. ഈ ഒരു രീതിയിലാണ് RGB പ്ലസ് വൈറ്റിൻ്റെ ഫ്ലാഷ് ചെയ്യുന്ന കൺട്രോളർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത്. ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് മറ്റും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഈ കാണുന്നത് 120 LED RGBയുടെ സ്ട്രിപ്പാണ്. ഹൈലൈറ്റ് ബ്രാൻഡിൻ്റെയാണ് വരുന്നത്. നല്ല ബ്രൈറ്റുള്ള സ്ട്രിപ്പാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് വേണമെന്നുണ്ടെങ്കിലും ആ ഒരു കൺട്രോളറിനകത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ കണക്ടർ കട്ട് ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട്. ഇവിടെ റെഡ് ഗ്രീന് ബ്ലൂ വയറിന് പുറമേ ബ്ലാക്ക് വയറാണ് കോമൺ ആയിട്ട് വരുന്നത്. അത് വെച്ചിട്ട് നോക്കി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് 240 LED പെർ മീറ്റർ വരുന്ന സ്ട്രിപ്പാണ്, വൈറ്റ് കളർ സ്ട്രിപ്പ്. ഈ ഒരു സ്ട്രിപ്പും നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതേപോലുള്ള 3 LED മൊഡ്യൂളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന തരത്തിലുള്ള സ്ട്രിപ്പാണ്. എന്താണോ താല്പര്യം അത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫ്ലാഷർ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.